ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരേ രീതിയിലൊക്കെ മഷ്റൂം കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ബട്ടർ മസാല റെസിപ്പിയാണ്. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാകുമ്പം ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഒരു 2 ഗ്രാമ്പും ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കായ 2 എണ്ണം വേണ്ട കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായി പോകും. പിന്നെ അത്യാവശ്യം വലിയ ഒരു സവാളയും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവാള ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കണേ. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് മാത്രം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് വേണം അതുകൂടെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം അങ്ങ് വഴന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യും അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായി അങ്ങ് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ. മഷ്റൂം ചെറിയ പീസായിട്ടില്ല, കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഒന്നങ്ങ് വഴറ്റിയെടുക്കാൻ. നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ട് അങ്ങ് വഴന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയും കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ, തക്കാളി ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചൂടുവെള്ളം കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി നമ്മൾ ഒരുപാട് ലൂസായിട്ടില്ല ചെയ്യുന്നത്, കുറച്ചൊരു തിക്കായിട്ടാണ്. എന്നാലും അത്യാവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കണേ, കാരണം കാഷ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചങ്ങ് തിക്കായിക്കോളും. എന്നിട്ട് ഇത് ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു മഷ്റൂം വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ കുക്കിംഗ് ക്രീമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ മതി. കാരണം നമ്മൾ കാഷ്യൊക്കെ ചേർത്തുകൊണ്ട് ഓൾറെഡി നല്ല തിക്കായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ചൊരു കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മല്ലിയിലയും 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ശരിക്കും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് ഇട്ടത്. നമ്മൾ എപ്പോഴും ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്, എന്നാൽ നോൺ വെജ് ഒന്നും ഇല്ല വെജിൽ തന്നെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മഷ്റൂം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്